ശരിയേ? യെസ്. നമുക്കും സൂമ്പ കളിച്ചാലോ? എന്റെ പൗർണമി എന്താ അസംബന്ധ കുട്ടി പറയണത്? എന്താ? അയ്യോ, നമ്മളെ കൊല്ലാക്കൊല സുംബ നിഷിദ്ധയാണ് ഇവിടെ. ഇപ്പോ സുംബ ആണും പെണ്ണും ചേർന്ന് കളിക്കാൻ പാടില്ല അത്രേ. പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടില്. പിന്നെ സർക്കാർ ധൈര്യശാലികളായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് സർക്കാരായതുകൊണ്ടും അവർക്ക് ഇതൊന്നും പുല്ലുവില ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പിണറായിയെ നമ്മൾ ഓഹോയ് വിളിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്ത് വില കൊടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുവാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും അല്ല വിഷയം. സുംബ പഠിക്കാൻ പാടില്ല. സുംബ പഠിച്ചാൽ പെൺകുട്ടികൾ ചാരിത്രം ഉടഞ്ഞ് വീഴുമെന്നാണ് മത നേതാക്കന്മാർ പറയുന്നത്. എല്ലാ മതങ്ങളുടെ അല്ല കേട്ടോ, ചില മത ന്യൂനപക്ഷ നേതാക്കന്മാരാണ് ഘോര പ്രസംഗിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം ശാരിക സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനോടും വിയോജിപ്പുള്ളവർക്ക് പോലും ഈ ഒരു കാര്യത്തിൽ സർക്കാരിനോട് അനുകൂലമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഏത് മതത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തെ പറ്റി എഴുതി വെച്ചേക്കുന്നത് പലരും ചോദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ശരിയല്ലേ? കുഞ്ഞുങ്ങളുടെ സമാധാനവും സന്തോഷവും ആരും ശരിക്കും ചിന്തിക്കുന്നില്ല. എല്ലാവരും കുഞ്ഞുങ്ങളോട് പഠിക്കണം, രാവിലെ എഴുന്നേക്കണം, സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം, വരണം, നേരത്തെ കിടന്നുറങ്ങണം, എന്നാലേ രാവിലെ എഴുന്നേറ്റ് വീണ്ടും പഠിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കളിക്കാൻ പോകണമെന്നോ കുറച്ച് നേരം നിങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഇടപഴകണമെന്നോ ഒന്നുമല്ല. ഒന്നെങ്കിൽ ഇപ്പോഴത്തെ ആ ട്രെൻഡിങ് മൊബൈൽ ഫോൺസും ഒക്കെ ആയിട്ട് കുറേ നേരം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം ഗെയിം കളിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൂംബ, ഈ ഒരു സംഭവം സ്കൂൾ തലത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ശരിക്കും നമുക്ക് എന്താ പറയുക, അതിൽ അപ്രിഷ്യേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റുക എന്ന് പറയുന്ന കാര്യം ഞാൻ ശരിക്കും ഖേദിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച സമയത്തൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ആലോചിച്ച് അല്ല, അത് നല്ലതല്ലേ? കാരണം ആ ഒരു ഫിറ്റ്നസ്, നമ്മുടെയൊക്കെ ഒരു ജീവിത രീതിയും ഒരു ജീവിത ശൈലിയും നമ്മൾ കഴിക്കുന്ന ആഹാരവും, അല്ലെങ്കിൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായത്തിന് ശേഷം കുട്ടികളായിരിക്കുമ്പോൾ എന്ത് കഴിക്കണം, എങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കണം, ഈ അംഗനവാടി അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പോഷകാഹാരങ്ങളെ പറ്റിയൊന്നും അങ്ങനെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ വെക്കുന്നത് നമ്മളെല്ലാവരും അതാണ് കഴിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇന്ന അസുഖങ്ങൾ ഇപ്പം ഒത്തിരി പിള്ളേർ ഒബീസ് ആവുന്നവരുണ്ട്, ബ്രോസ്റ്റഡ് ചിക്കൻസ് കഴിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ട് ആരോഗ്യകരമായിട്ട് ഒത്തിരി പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. കാരണം അവർക്ക് ആർക്കാണെങ്കിലും ഇതൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും, ആ ഇഷ്ടം തുടരും, വഴക്കുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, വീട്ടുകാരത് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ സൂംബ ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സസൈസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ സ്പോർട്സിനൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം ആക്ടിവിറ്റി ചെയ്യുന്നതല്ലാതെ വേറൊരു ആക്ടിവിറ്റി ആരും ചെയ്യുന്നില്ല. അതും എല്ലാ കുട്ടികളൊന്നും ആ ആക്ടിവിറ്റികൾ ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഒന്ന് റിലാക്സ്ഡ് ആവാനും നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കാനും ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയാണ് അത്. സ്കൂളുകളിൽ നിന്ന് തന്നെ ആ ഒരു പ്രാരംഭ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു 18+ ആയതിനു ശേഷം കോളേജിൽ ചേർന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ PGക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ആരെങ്കിലും ഈ ഒത്തിരി വണ്ണം വെച്ചല്ലോ, ഒത്തിരി തടിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ ആരോഗ്യ അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കോൺഷ്യസ് ആവുന്നത്. പക്ഷെ ആ ഒരു കോൺഷ്യസ്നെസ് കുറച്ചുകൂടെ നേരത്തെ കൊടുക്കാൻ പറ്റുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്നത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയല്ലേ ശാരിക? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സ്കൂളുകൾ ഇന്ന് ഒരു പ്രഷർ കുക്കറാണ്. എല്ലാ സ്കൂളുകളും അല്ലെങ്കിലും കുറേ അധികം സ്കൂളുകൾ കുഞ്ഞുങ്ങളെ പ്രഷർ കുക്കറിനകത്തിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കുഞ്ഞുങ്ങൾ സ്കൂളുകൾ വെറുതെ തുടങ്ങിയിരുന്നു. പണ്ടും നമുക്കറിയാം, ബെല്ലടിച്ചാൽ വീട്ടിലേക്ക് ഓടുന്ന കുഞ്ഞുങ്ങളാണ് 80%. പക്ഷെ അത് മാറി കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ സർക്കാർ പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതും സ്കൂളുകൾ മാക്സിമം സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആക്കാൻ ശ്രമിക്കുന്നതും. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആത്മഹത്യ, അതിന് മുമ്പ് ജാനുവരിയിൽ നടന്ന ആത്മഹത്യ, എറണാകുളം ഇന്ന സ്കൂളുകൾ, ആ സ്കൂളിൻ്റെ പേര് ഞാൻ പറയാം, ഇൻ്റർനാഷണൽ സ്കൂളാണ് നടന്നത്. അതോടൊപ്പം തന്നെ അത് സ്കൂളിലെ പീഡനമാണെന്നാണ് അവർ, ആ മാതാവ് ഒരു ഓപ്പൺ കത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ്, 9ാം ക്ലാസ്സുകാരി വിദ്യാർത്ഥിനി പാലക്കാട്, അതും ഈ പറയുന്ന ഒരു സ്കൂളിലെ പ്രഷറാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നാണ് സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടണം, സ്കൂൾ ഇഷ്ടപ്പെടണമെങ്കിൽ മാനസിക ആരോഗ്യം ആദ്യം വേണം. ഇന്ന് പലരും ഇപ്പം മനസ്സിലാക്കി തുടങ്ങുന്നില്ല. അതിന് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. പാഠ്യ പുസ്തകങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സൈൻ തീറ്റയും കോസ് തീറ്റയും ഫിസിക്സിൻ്റെ മറ്റേ ഈ സാധനങ്ങൾ ആട്ടുന്നതോ അല്ലെങ്കിൽ ക്വാണ്ടം തിയറിയോ ഒന്നും അല്ല ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും വിലപിടിപ്പുള്ള സാധനം, പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സാധനമാണ് മാനസിക ആരോഗ്യം. ശാരീരിക ആരോഗ്യം നമുക്കറിയാം, നമുക്ക് നല്ല ആപ്പിൾ കഴിക്കുകയോ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ മാറ്റുകയോ ചെയ്താൽ നമുക്ക് ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കാം, ജിമ്മിൽ പോകാം. പക്ഷേ മാനസികാരോഗ്യത്തിന് എന്ത് ചെയ്യും? അതിനാണ് യോഗ, സുംബ പോലുള്ള ഇങ്ങനെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നത്. ഇത് മുന്നോട്ട് പോകുന്നു, നമ്മൾ ഡെവലപ്ഡ് ആകുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അത് ചെയ്യാൻ സമ്മതിക്കാത്തവർ ആരാണ്? കുഞ്ഞുങ്ങളുടെ നാശമാകും.
ആഗ്രഹിക്കുന്ന, ഇപ്പോഴും മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെ ഇരുട്ടറകളിൽ കഴിഞ്ഞ് ആ വിഭാഗത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ ന്യൂനപക്ഷം, ഞാൻ മതത്തിന്റെ പേര് പറയുന്നില്ല, പല മതവിഭാഗക്കാരുണ്ട്, എങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങളായിരുന്നു ഘോരഘോരം പ്രസംഗിക്കുന്നു. ആണും പെണ്ണും അരക്കെട്ടിളക്കി കളിക്കുന്നത് ഒരിക്കലും സുഖകരമല്ല, അത് നശിപ്പിക്കും, സമൂഹത്തിന് മൂല്യച്യുതി. എന്ത് സമൂഹത്തിന്റെ മൂല്യച്യുതിയാണ്? ഏറ്റവും കൂടുതൽ നിന്ന് പോക്സോ കേസുകൾ ഏർപ്പെടുന്നവർ ആരാണെന്ന് നമുക്കറിയാം. പല മതത്തിലും പെട്ട, എല്ലാ മതങ്ങളിലും പെട്ട ഒന്നോ രണ്ടോ പുരോഹിതന്മാരെങ്കിലും, അത് ഏത് മതവുമാണ്, നമ്മളിവിടെ ഒരു മതത്തെ മാത്രം പറയുന്നില്ല, പുരോഹിതന്മാർ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കേസുകൾ പെടുന്നത്? എന്തുകൊണ്ടാണ്? മതം പഠിപ്പിക്കുന്നവർ അത്രയ്ക്ക് മനോഹരന്മാരും അത്ര നല്ലവരുമായിരുന്നെങ്കിൽ അവരെങ്ങനെ ഇങ്ങനെയുള്ള കേസുകൾ പെടുന്നു? പോക്സോ കേസുകൾ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്നവർ ഇന്ന മതത്തിൽപ്പെട്ട ഈ മത പരിപാടികൾ നടത്തുന്ന ആൾക്കാരാണ്. അതിനെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? അപ്പോൾ കുഞ്ഞുങ്ങളെ അത്രയൊന്നും നിങ്ങൾ നീട്ടി സംസാരിക്കാൻ പാടില്ല. നമ്മൾ എന്താണ് ഒരു മതവും പറയുന്നില്ല കുഞ്ഞുങ്ങളുടെ സന്തോഷം തല്ലിക്കിടത്തണമെന്ന്, ഒരു മതവും പഠിപ്പിക്കുന്നില്ല കുഞ്ഞുങ്ങളെ അടിച്ചമർത്തി വളർത്തണമെന്ന്. ഒരു വേദപുസ്തകങ്ങളും ഒരു ഖുറാനും ഒരു ബൈബിളും ഒരു ഭഗവത്ഗീതയും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവേണമെങ്കിൽ, പിന്നെ നാടോടുമ്പോൾ നടുവേ എന്ന് പറയുന്ന പോലെ നമ്മുടെ കാലം മാറി, ഡിജിറ്റലൈസേഷൻ ആയി, അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ മൈൻഡ് സെറ്റ് മാറി. 90s കിഡ്സ് അല്ല 80s, ഈ പറഞ്ഞ 2K കിഡ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് വ്യത്യസ്ത ചിന്താഗതികളും ഒരുപാട് ഫ്രീഡവും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാൻ മനസ്സുള്ള ധൈര്യമുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലും ഇന്നുള്ളത്. അവരെ സപ്രസ് ചെയ്യിച്ചാൽ, കുറച്ച് ധൈര്യവും കയ്യിലുണ്ടെങ്കിൽ ലോകം മുഴുവൻ എന്നോട് ചെയ്യുന്ന ക്രൂരതകൾ കാണിക്കാനുള്ള മാർഗങ്ങളും ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അവരെ കയ്യിലൊതുക്കാവുന്ന കുഞ്ഞുങ്ങൾ, അപ്പോൾ അവരോടൊപ്പം നമ്മൾ നിന്ന് അവരുടെ കൂട്ടുകാരായിട്ട് നിന്നുകൊണ്ട് അവരെ സമൂഹത്തിന് നല്ലവരാക്കി പ്രാപ്തരാക്കി ഉണ്ടാക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അതിന് പകരം അതിനാണ് ഇങ്ങനെയുള്ള മാനസിക ഉല്ലാസങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഡാൻസ് എന്ന് പറയുന്നതും പാട്ടെന്ന് പറയുന്നതും എപ്പോഴും നമ്മുടെ മനസ്സിന് ഉല്ലാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സുംബ ഡാൻസിന് പ്രത്യേകതയുണ്ട്. കാരണം എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന നൃത്തച്ചുവടുകളാണത്. അത് ക്ലാസിക്കൽ ഡാൻസ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് നടന്നും ഓടിയും ഒക്കെ ചെയ്യാം. പിന്നെ ഒരു താളാത്മകമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം. അത് നമുക്ക് വല്ലാത്ത സന്തോഷം തരും. ഒരു പക്ഷേ ഞാൻ പറയുന്നത്, ഈ വിമർശിക്കുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പൗർണമി, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാറുന്നേ. ഞാൻ ചുമ്മാ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ ഇത് ചെയ്യിക്കുന്നത് ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് അർദ്ധവസ്ത്രധാരണം. ഇവിടെ സർക്കാർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല അർദ്ധവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അതിന് വൃത്തിയായി മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെയും ഇതൊക്കെ ചെയ്യാം. അല്ലാതെ ഇതിനുവേണ്ടി ഒരു എന്താ പറയുക യൂണിഫോം ഒന്നും ഇല്ല. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന അതേ വേഷം, അതല്ലെങ്കിൽ ഇതിനായിട്ട് പ്രത്യേക ഒരു വേഷം ഉണ്ടെങ്കിൽ അത് ധരിച്ചുകൊണ്ട് അവർ ചെയ്യട്ടെ. അതിനെന്താ? നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഈ ആണ് പെണ്ണ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. ഒരാണിന് പെണ്ണിനെ കാണുമ്പോഴും പെണ്ണിന് ആണിനെ കാണുമ്പോഴും ആ ഒരു എന്താ പറയുക കൂടുതലായിട്ടുള്ള അട്രാക്ഷൻ തോന്നും. പക്ഷേ ഇവർ രണ്ടുപേരും ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് ഇടപഴകി സംസാരിക്കുകയും അല്ലെങ്കിൽ കളിച്ച് ചിരിച്ച് ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം കുട്ടികൾക്കിടയിൽ നിന്ന് ഒരു ഡിഫറൻസ് മാറുകയും എല്ലാ കാര്യങ്ങളും അത് സുഹൃത്തുക്കളായിട്ട് അവർ തുടരട്ടെ. എന്താണ് ഒരു ആണും പെണ്ണും സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നു മതവുമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ എല്ലാവരും അല്ല കേട്ടോ, വളരെ കുറച്ച് ആളുകൾ, അതായത് ഈ 100% ആളുകളിൽ 10% ആളുകൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട്, 10% പോലും ഇല്ല, ഒരു 5% ആളുകളെ ഇതിന് വിമർശനം ഉന്നയിച്ചുകൊണ്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള 95% ആളുകളും ഇതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇത്തരം നല്ല പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും അതിനെ ഇങ്ങനെ നോ പറഞ്ഞുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് എന്താണ് ഇവർ നേടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സ്കൂളിൽ പോയി കുട്ടികൾ പഠിക്കാൻ മാത്രമാണോ പോകുന്നത്? അവർ ജീവിതം കൂടെ അവിടെ നിന്ന് മനസ്സിലാക്കട്ടെ, എല്ലാ കാര്യങ്ങളും പഠിച്ചിറങ്ങി വരട്ടെ. ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു സ്കൂൾ തല വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കുട്ടി LKG അല്ലെങ്കിൽ ഒരു pre-KG തൊട്ട് 12th വരെ അവൻ്റെ ഒരു 12-14 വർഷം ഹോമിക്കുകയാണ് അവിടെ. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 10-14 വർഷമാണ്. ആ 14 വർഷം കൊണ്ട് ഒരു ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് വേണം വെളിയിലേക്ക് ഇറങ്ങി മറ്റൊരു ലോകത്തെ അവന് അഭിമുഖീകരിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന അത്രത്തോളം എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പഠിച്ചു തന്നെ ഇറങ്ങട്ടെ, അല്ലേ ശരിക? തീർച്ചയായിട്ടും. കാരണം ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോക്കോൾഡ് ഓർത്തഡോക്സ് വിദ്യാഭ്യാസ നയങ്ങളൊക്കെ മാറേണ്ട സമയം കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജനറേഷനും വേണ്ട തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങളാണ് നമ്മൾ നടപ്പിലാക്കി കൊടുക്കേണ്ടത്. അതിപ്പോൾ കോമൺ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ സമ്പ്രദായം പണ്ടേ മാറ്റേണ്ടിയിരിക്കുന്നു, വിദ്യാഭ്യാസ രീതികൾ. കാരണം നമുക്ക് അതായത് ജീവിക്കാൻ ഒരുത്തനെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും അവന് തളർന്നു പോകാതെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ അവൻ എങ്ങനെ സർവൈവ് ചെയ്യാമെന്നും ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ടും വളർത്താനാണ് ഒരു സ്കൂൾ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം കൊണ്ട് അതാണ് ചെയ്യേണ്ടത്. അത് ആ രീതിയിലാക്കി അവനെ നല്ലൊരു രീതിയിൽ മോൾഡാക്കി എടുക്കണം, പ്രാപ്തനാക്കണം. നമ്മുടെ വിദ്യാഭ്യാസ പരിപാടിയിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു സിലബസിനകത്ത് എവിടെയാണ്
മനുഷ്യനെ പ്രാപ്തനാക്കുന്ന വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ കുറച്ച് ലാംഗ്വേജ് പഠിപ്പിക്കുന്നു, കുറച്ച് സയൻസ് പഠിപ്പിക്കുന്നു, കുറച്ച് മാത്സ് പഠിപ്പിക്കുന്നു. ഇതാണോ ജീവിതം എന്ന് പറയുന്നത്? ജീവിതം എന്താണെന്നും അവന് സർവൈവ് ചെയ്യാനും എന്താണെന്നാണ് പഠിപ്പിക്കേണ്ടത്. എങ്ങനെ ആനന്ദം കണ്ടെത്താമെന്നാണ് പഠിപ്പിക്കുന്നത്. ആനന്ദം ഇൻ ദ സെൻസ് നല്ല രീതിയിലൂടെ, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA അല്ലാതെയും തനിക്ക് ആനന്ദം കണ്ടെത്താമെന്ന് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും നല്ല ആലയം എന്ന് പറയുന്നത് വിദ്യാലയം തന്നെയാണ്. അത് ഇനിയെങ്കിലും ഈ മതന്യൂനപക്ഷങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ മത നേതാക്കന്മാർ എന്ന് പറഞ്ഞ് പിന്നെ അഹങ്കാരം കൊള്ളുന്നവരൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള പ്രവണതകൾ അവസാനിപ്പിക്കുക. അതിന് നിങ്ങളൊരു കാരണക്കാരായി മാറാതിരിക്കട്ടെ.